കർഷകർക്ക് നേരെ സർക്കാർ കൊണ്ടുവന്ന വനഭേദഗതി ബില്ലിന്റെ ഉത്തരവ് കത്തിച്ചുകൊണ്ട് മണ്ണാർക്കാട് ബ്ലോക്ക് കർഷക കോൺഗ്രസ് പ്രതിഷേധിച്ചു. കർഷക കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വനഭേദഗതി നിയമ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചത്. കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KG ബാബുവിന്റെ അധ്യക്ഷതയിൽ DCC സെക്രട്ടറി PR സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ഓരോരുത്തരുടെ കൈവശവും കേരള ഗവൺമെൻറ് പുറത്തിറക്കിയ ഗസറ്റിൻ്റെ കോപ്പിയുണ്ട്. ആ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നത് കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്ന ജീവിക്കുന്ന 1,30,00,000 കർഷകരുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാക്കുന്ന വലിയൊരു ഉത്തരവാണ് ഇവരുടെ കൈവശമുള്ളത്. ആ ഉത്തരവാണെന്ന് കർഷക കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ ഇവിടെ കത്തിക്കാൻ പോകുന്നത്. ആ ഉത്തരവിൽ പറയുന്നത് എന്താണ്? 435 വില്ലേജുകളിലായി പരന്നു കിടക്കുന്ന കേരളത്തിലെ കാർഷിക ഭൂമി, ആ വനാതിർത്തിയുമായി ബന്ധപ്പെടുന്ന 435 സമ്പർക്കമുള്ള 435 വില്ലേജുകളുണ്ട്. ആ വില്ലേജുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അതിർത്തി പങ്കിടുന്ന 1,30,00,000 കർഷകരെ ഇന്ന് ഭീതിയിലാണ്. എന്താണ് സംഗതി? അവരുടെ ഈ മൃഗങ്ങളുടെ പിണറായി സർക്കാർ കർഷകരെ വഞ്ചിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നും വനാതിർത്തിയിൽ താമസിക്കുന്ന കർഷകർക്ക് ഈ നിയമം വലിയ പ്രയാസം ഉണ്ടാക്കുമെന്നും കാട്ടിൽ വസിക്കേണ്ട കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങിയാൽ അവിടം വിട്ട് ജനങ്ങൾ പോകണമെന്നാണ് ഈ നിയമത്തിലൂടെ സർക്കാർ ആഗ്രഹിക്കുന്നത് എന്നും സുരേഷ് പറഞ്ഞു. യോഗത്തിൽ K ബാലകൃഷ്ണൻ, MC വർഗീസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇൻചാർജ് സക്കീർ തയ്യിൽ, A അസൈനാർ, കാസിം ആലായൻ, V വേണുഗോപാൽ, പൊതിയിൽ വാപ്പുട്ടി, ഉസ്മാൻ P, ഉമ്മർ മനച്ചിത്തൊടി, തങ്കച്ചൻ, സുരേഷ് തെങ്കര, ബാബു KJ, രാമചന്ദ്രൻ, മൊയ്തുട്ടി CH, മുത്തു P, രാമൻകുട്ടി, റജിമോൻ, മത്തായി P, ബാലഗോപാൽ എന്നിവർ സംസാരിച്ചു. അൻവർ ആമ്പാടത്ത് സ്വാഗതവും സൈമൺ ജോർജ് നന്ദിയും പറഞ്ഞു. കണക്കിന് കാണാൻ കിട്ടി അമ്മച്ചാറിന് പാടാൻ പറ്റി പാട്ടും പൈത്തും കൂടെ കൂട്ടി ഞാനും വാങ്ങിയടിക്കായാക്കി സിഗുണ്ടായി ഒരു ചെടിയും കൂട്ടി നാടട്ടം ഞാൻ മാറിക്കുട്ടി ഒത്തിരി കനവത നേടിക്കുട്ടി എത്ര മണത്തിലെ തിണ്ടിക്കുട്ടി കത്തണ കനവത മാറത്തിട്ട് ഇത്തിരി പൊതിഞ്ഞിട്ട് താഴേക്കിട്ട് ഒത്തിരിക്ക് പിറതിലൂത്തിട്ടിട്ട് വേടഞ്ഞോലെ ഒത്തിരി നമത താങ്ങിക്കൂട്ടി 10 പൊതിഞ്ഞിട്ട് ഞാനും തട്ടി മക്കന മണത്തിലെ താളം തട്ടി പറന്നോരെ.